നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യവുമായി ആയുധ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള $375 മില്യൺ കരാർ ഒപ്പിട്ട് 2 വർഷത്തിന് ശേഷം ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് വിതരണം ചെയ്തു. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഫിലിപ്പീൻസിലേക്ക് എത്തിച്ചതെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പറയുന്നു. 2022 ജനുവരിയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിതരണം ചെയ്യുന്നതിനായി ഫിലിപ്പീൻസുമായി ഒരു കരാർ പ്രഖ്യാപിച്ചിരുന്നു. ഇത് രാജ്യത്തെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതി ഓർഡറായി മാറി. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്നത് ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷൻ്റെ NPO മാഷ്നോസ്ട്രോയനിയയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്. ലോകത്തെ ഏറ്റവും വിജയകരമായ മിസൈൽ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ 2.8 മാക് വേഗതയിൽ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിലാണ് പറക്കുന്നത്. അവയ്ക്ക് 290 കിലോമീറ്റർ പരിധി വരെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. കൂടാതെ അന്തർവാഹിനികൾ, കപ്പലുകൾ, വിമാനങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാം. ഹൈഡ്രോ കാർബണുകളുടെ ഒരു വലിയ സ്രോതസ്സായ ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ദൃഢതയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ഫിലിപ്പീൻസുമായുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ വിപുലീകരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതി ഇടപാടാണിത്. 6 മണിക്കൂറോളം യാത്ര ചെയ്ത് വളരെ ഭാരമേറിയ ഉപകരണങ്ങൾ വഹിക്കുന്ന ദീർഘദൂര വിമാനത്തിലാണ് ഉപകരണങ്ങൾ ഫിലിപ്പീൻസിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 3 മിസൈൽ ബാറ്ററികളും ഓപ്പറേറ്റർമാർക്കായിട്ടുള്ള പരിശീലനം, ആവശ്യമായ സംയോജിത ലോജിസ്റ്റിക് സപ്പോർട്ട് പാക്കേജുകളും ഈ ഇടപാടിൽ ഉൾപ്പെടുന്നു. 2023 ഫെബ്രുവരിയിൽ ഫിലിപ്പൈൻ നാവികസേനയിലെ 21 ഉദ്യോഗസ്ഥർക്ക് മിസൈൽ സംവിധാനത്തിനായിട്ടുള്ള ഓപ്പറേറ്റർ പരിശീലനവും വിജയകരമായി നടത്തിയിരുന്നു. 2022 ജനുവരി 11 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ വിപുലീകൃത ശ്രേണിയിലുള്ള C-2C വേരിയൻ്റ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. പടിഞ്ഞാറൻ കടൽ തീരത്ത് ഇന്ത്യൻ നാവികസേനയുടെ പുതുതായി കമ്മീഷൻ ചെയ്ത INS വിശാഖപട്ടണത്തിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമെൻറ്റിൻ്റെ ബാധ്യതകൾ അനുസരിച്ച് മിസൈലിൻ്റെ ദൂരപരിധി ആദ്യം 290 കിലോമീറ്റർ ആയിരുന്നു. 2016 ജൂണിൽ ഇന്ത്യ ക്ലബിൽ പ്രവേശിച്ചതിനെ തുടർന്ന് റേഞ്ച് 450 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. അത് 600 കിലോമീറ്ററിലേക്കും അതിനപ്പുറത്തേക്കും നീട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.